Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പൈനാപ്പിൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഒരു വെറൈറ്റി ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഷീരയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ പേര് പോലെ തന്നെ രുചിയും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായി ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസുള്ള പൈനാപ്പിളാണ് എടുത്തേക്കുന്നത്. അധികം വലുപ്പമൊന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ട് ഞാനത് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വലിയ പൈനാപ്പിൾ ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതിയൊക്കെ മതിയാവും. ഇത് ചെറിയ കഷ്ണങ്ങളായാണ് മുറിച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പൈനാപ്പിൾ നല്ല സോഫ്റ്റായി വരുന്ന വരെ നമുക്കിതൊന്ന് നെയ്യിലിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടിയൊക്കെ നമ്മുടെ കളറൊക്കെ ഒന്ന് മാറി നമ്മുടെ പൈനാപ്പിൾ നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായി എത്തുകയുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ഒരു ലൈക്കും ചെയ്തേക്കണേ പ്ലീസ്. ഇതാ ഇപ്പം നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഷീര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് മധുരമാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പോളൊക്കെ പഞ്ചസാര ഇട്ടാൽ മതി. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഞ്ചസാരയൊക്കെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഞ്ചസാരയൊക്കെ കുറച്ച് മെൽറ്റായി വരും. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വറുത്ത റവയാണ്. വറുക്കാത്ത റവയായാലും വറുത്ത റവയായാലും ഒന്നും യാതൊരു കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ റവയുടെ ഒരു മണമൊക്കെ മാറിയിട്ട് ഒരു നല്ലൊരു സ്മെല്ല് വരണം. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. പാലിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂട്ടുകയും ചെയ്യാം. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി പാലൊക്കെ ഒന്ന് വറ്റി വരണം, നമ്മുടെ റവയൊക്കെ ഒന്ന് കുറുകി വരണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്ത് കോരിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ ഷീര എന്ന് പറയുന്നത് കേസരിയുടെ ഒക്കെ ഒരു രൂപം തന്നെയാണ്. പക്ഷേ നമ്മൾ കേസരി കഴിക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടൊരു കട്ട നമ്മൾ മുറിച്ചിട്ടല്ലേ കഴിക്കുക. ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് കോരിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.